ആരവം കേട്ടിടാറായി, കർത്തനിൻ കാഹളം ധ്വനിച്ചിടാറായി. ദൂതരിൻ ആരവം കേട്ടിടാറായി, കർത്തനിൻ കാഹളം ധ്വനിച്ചിടാറായി. നിന്നതിൽ നിത്യമാം വാസമൊരുക്കി വന്നിടും രക്ഷകൻ മേഘവാഹനേ. നിന്നതിൽ നിത്യമാം വാസമൊരുക്കി വന്നിടും രക്ഷകൻ മേഘവാഹനേ. നമ്മെ വീണ്ടതാ യേശുനായകൻ വീണ്ടും വന്നിടാൻ കാലമായല്ലോ. നമ്മെ വീണ്ടതാ യേശുനായകൻ വീണ്ടും വന്നിടാൻ കാലമായല്ലോ. അക്കരെ നാട്ടിലൻ വാസമേകിടാൻ അൻപിടും നായകൻ വന്നിടാനായി. God of grace, കൃപയുടെ ദൈവമേ, give us what we have not. ഞങ്ങൾക്കില്ലാത്തത് അവിടുന്ന് നൽകിത്തരണമേ. Teach us what we know not. ഞങ്ങൾക്കറിയാത്തത് അവിടുന്ന് പഠിപ്പിക്കണമേ. Make us what we ought to be. ഞങ്ങൾ എന്തായി തീരണം എന്നുള്ളത് ഞങ്ങളിൽ പണിയണമേ. In Jesus' name, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ Amen. ആമേൻ. His Grace, Dr. Joseph Marthoma, Metropolitan of the Marthoma Church, honorable bishops, and dearly beloved in Christ Jesus. മാർത്തോമാ സഭയുടെ പരമാധ്യക്ഷനായിരിക്കുന്ന അഭിവന്യ ജോസഫ് മാർത്തോമാ മെത്രാപ്പോലിത്ത തിരുമേനി, അഭിവന്യ തിരുമേനിമാരെ, ക്രിസ്തുവിൽ സ്നേഹവന്ദനമുള്ളവരെ, I deem it a privilege and honor to be part of this 121st Maramon Convention. 121ാമത് മാരാമൺ കൺവെൻഷൻ്റെ ഭാഗമായിരിക്കുന്നതിൽ എനിക്കേറെ ആദരവും പദവിയുമായി ഞാൻ സ്വീകരിക്കുന്നു. Thank you very much for this invitation extended to me. എനിക്ക് ഈ ക്ഷണം നൽകിയതിൽ ഉള്ള സന്തോഷവും നന്ദിയും ഈ സമയത്ത് അറിയിക്കട്ടെ. A special thanks to the Metropolitan Dr. Joseph Marthoma and the President of the Evangelistic Association of Marthoma, Bishop Thomas Mark Timotheus, and General Secretary Reverend George Verghese Punnakaru. എന്നെ ക്ഷണിച്ചതിൽ അഭിവന്യ മാർത്തോമാ മെത്രാപ്പോലിത്ത തിരുമേനിയോടും സംഘം പ്രസിഡന്റായിരിക്കുന്ന തോമസ് മാർ തിമോഥിയോസ് തിരുമേനിയോടും ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ജോർജ് വർഗീസ് അച്ഛനോടുമുള്ള പ്രത്യേക സന്തോഷം അറിയിക്കട്ടെ. I bring greetings on behalf of the moderator of Church of South India, Deputy Moderator of the Church of South India, and also on behalf of the Presidium of the Communion of Churches in India. CSI സഭയുടെ അധ്യക്ഷൻ തിരുമേനിയുടെയും ഉപാധ്യക്ഷൻ തിരുമേനിയുടെയും കമ്മ്യൂണിയൻ ഓഫ് ചർച്ചസ് ഇൻ ഇന്ത്യയുടെ അധ്യക്ഷ സമിതിയുടെയും ആശംസകൾ നിങ്ങളെ അറിയിക്കട്ടെ. The Maramon Convention is a yearly pilgrimage to the banks of the river Pamba. പമ്പ നദിയുടെ തീരത്തുള്ള ഒരു വാർഷിക തീർത്ഥാടന കൂട്ടായ്മയാണല്ലോ മാരാമൺ കൺവെൻഷൻ. A pilgrimage is a journey with profound and deep spiritual meaning. ഒരു തീർത്ഥാടനം ആഴമുള്ള ആത്മീയ അനുഭവങ്ങളെ നമുക്ക് പരിചയപ്പെടുത്തുന്നതായ സംഘയാത്രയാണ്. Pilgrimage is a form of spiritual activism. ഇതൊരു ആത്മീയ മുന്നേറ്റത്തിലേക്ക് നയിക്കുന്ന ഒരു സംഘയാത്രയാണ്. It's a transformative journey. ഇതൊരു രൂപാന്തരത്തിന്റെ യാത്രയാണ്. God being our accompanier. ദൈവം നമ്മുടെ സന്തത സഹചാരിയായി തീരുന്ന സംഘയാത്രയാണിത്. A pilgrimage to move together. ഒരു കൂട്ടായ്മയിലേക്ക് നയിക്കപ്പെടുന്നതായ ഒരുമിച്ചുള്ള യാത്ര. A walk towards a goal but with a common quest. ഒരു പ്രത്യേക ലക്ഷ്യത്തിലേക്കും പ്രത്യേക അന്വേഷണത്തോടു കൂടെയുള്ള ഒരു യാത്ര. Here we forge companionships, collaborations. ഇവിടെ നമ്മൾ ഒരുമിച്ചുള്ള സംഘവും കൂട്ടായ്മയും ഈ യാത്രയിൽ അന്വേഷിക്കുകയാണ്. And we celebrate the fellowship. ഈ കൂട്ടായ്മ അതോടൊപ്പം നമ്മൾ ആഘോഷിക്കുകയാണ്. A challenge to go and walk together. ഒരു വലിയ വെല്ലുവിളിയാണ് ഒരുമിച്ച് യാത്ര ചെയ്യുക എന്നുള്ളത്. A challenge to share fellowship, expertise, experience and resources. ഈ സംഘയാത്രയുടെ വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് നമ്മുടെ വൈവിധ്യങ്ങളെയും അനുഭവങ്ങളെയും ഒക്കെ പങ്കുവയ്ക്കുക എന്നുള്ള വെല്ലുവിളിയാണ്. It's a call to engage our intellect,
our potentials, our strength, and all that we have. നമുക്കുള്ള ബുദ്ധിയെയും കഴിവുകളെയും സാധ്യതകളെയും ഒരുമിച്ച് പങ്കുവെക്കുവാനുള്ള വെല്ലുവിളിയാണ് ഈ യാത്ര നൽകുന്നത്. In this pilgrimage, we are called to study, to understand, to discern, to explore, and invent together. ഈ സംഘയാത്രയിൽ ഒരുമിച്ച് പഠിക്കാനും ഒരുമിച്ച് കണ്ടെത്താനും ഒരുമിച്ച് പങ്കുവെക്കാനുമുള്ള ഒരു വലിയ വെല്ലുവിളിയുണ്ട്. Everyone is called to join this pilgrimage. എല്ലാവരും ഈ സംഘയാത്രയിൽ പങ്കാളിത്തം വഹിക്കേണ്ടതായിട്ടുണ്ട്. To practice and do justice and walk for peace. നീതിയോടെ പ്രവർത്തിക്കാനും സമാധാനത്തോടെ യാത്ര ചെയ്യാനുമുള്ള ഒരു സംഘയാത്രയുടെ പങ്കാളിത്തം. A pilgrimage to heal and reconcile the world. അനുരഞ്ജനത്തിലേക്കും സൗഖ്യത്തിലേക്കും നയിക്കുന്ന ഒരു തീർത്ഥാടനം. Give new hope in the midst of suffering and pain. കഷ്ടതയുടെയും വേദനയുടെയും നടുവിൽ പുത്തൻ പ്രതീക്ഷ നൽകുന്ന ഒരു തീർത്ഥാടനം. It's an opportunity to come with our struggles and get answers. നമ്മുടെ പോരാട്ടങ്ങളുമായി ദൈവത്തിന്റെ സന്നിധിയിൽ വരുന്നതിനും ഉത്തരം ലഭിക്കുന്നതിനുമുള്ള ഒരു തീർത്ഥാടനം. It's a pilgrimage, a movement of love. ഇതൊരു സ്നേഹത്തിന്റെ തീർത്ഥാടനമാണ്. A love that suffers and self-empties. നമ്മെ തന്നെ ശൂന്യവൽക്കരിക്കപ്പെടുന്നതും കഷ്ടത സഹിക്കാൻ തയ്യാറാകുന്നതുമായ സ്നേഹത്തിന്റെ ഒരു തീർത്ഥാടനം. Love that transforms. നമ്മെ തന്നെ രൂപാന്തരപ്പെടുത്തുന്ന സ്നേഹത്തിന്റെ തീർത്ഥാടനം. And that special love enables people to experience oneness and unity. ഒരുമിച്ചാകാനും ഐക്യം പ്രാപിക്കാനും ഈ സ്നേഹത്തിന്റെ തീർത്ഥാടനം നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. To understand this language of pilgrimage, of oneness, let me read with you the chapter 26 of Genesis, the first book of the Bible. ഈ ആത്മീയ ഐക്യത്തിന്റെ സംഘയാത്രയിൽ നമ്മെ സഹായിക്കുവാൻ പര്യാപ്തമായ ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായത്തിന്റെ ചില വാക്യങ്ങൾ ഒരുമിച്ച് പങ്കുവയ്ക്കാനാണ് ആഗ്രഹിക്കുന്നത്. Please open the Bible if you have one. വേദപുസ്തകം നമുക്ക് ഒരുമിച്ച് തുറന്ന് വെച്ച് വായിക്കാം. I am not going to read the chapter, but I will use this chapter to see how the journey and pilgrimage of Isaac is our own pilgrimage. ഈ അധ്യായം മുഴുവൻ വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഈ അധ്യായത്തിലൂടെ ഇസഹാക്കിന്റെ ഒരു തീർത്ഥാടനത്തെ നമ്മുടെ ജീവിത തീർത്ഥാടനവുമായി തട്ടിച്ചു നോക്കാനാണ് ആഗ്രഹിക്കുന്നത്. Isaac was a wanderer, a nomad. ഇസഹാക്ക് ഒരു ദേശാന്തരിയായ അലഞ്ഞു തിരിഞ്ഞ നടന്ന വ്യക്തിയാണ്. He was driven by a dream. അദ്ദേഹം ഒരു സ്വപ്നത്താൽ നയിക്കപ്പെട്ടവനാണ്. Its vision to stay in Gerar, the land of Philistines. ഫിലിസ്തീനരുടെ നാട്ട് ആയ ഗെരാറിൽ താമസിക്കാനുള്ള ഒരു നയിക്കപ്പെടലിന്റെ അനുഭവത്തോടു കൂടെ ജീവിച്ചവൻ. If you see verse 3, it says, "Stay in this land for a while, and I will be with you, and I will bless you." 26-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം, ഈ ദേശത്ത് താമസിക്കുക, ഞാൻ നിന്നോടുകൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും, നിനക്കും നിന്റെ സന്തതിക്കും ഈ ദേശമൊക്കെയും തരും, നിന്റെ പിതാവായ അബ്രഹാമിനോട് ഞാൻ ചെയ്ത സത്യം നിവർത്തിക്കും. Isaac's pilgrimage was a promise he received from God. ഇസഹാക്കിന്റെ തീർത്ഥാടനം ദൈവം വാഗ്ദാനം ചെയ്ത ഒരു തീർത്ഥാടനമാണ്. The church has always spoken the language of pilgrims. ഈ തീർത്ഥാടനത്തിന്റെ ഭാഷ എല്ലാ കാലത്തും സഭ ഉപയോഗിച്ചിട്ടുണ്ട്. We spoke about world foreignness. We are the citizens of the other world. നമ്മൾ പലപ്പോഴും മറ്റൊരു ലോകത്തിന്റെ പൗരന്മാരാണെന്നുള്ള ബോധത്തോടെ സംസാരിച്ചിട്ടുണ്ട്. We are a community walking towards the kingdom of God. ദൈവരാജ്യത്തിലേക്ക് ആനയിക്കപ്പെടുന്ന ഒരു സമൂഹമാണ് സഭ എന്ന് പറയുന്നത്. But church's pilgrimage is driven by the vision given by our own Lord Jesus Christ, that all may be one as we are one. സഭയുടെ ഈ തീർത്ഥാടനം എല്ലായ്പ്പോഴും നയിക്കപ്പെടുന്നത് ദർശനത്തിലൂടെയാണ്. ഞാൻ ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകണമെന്ന് പറയുന്ന ദർശനത്തിന്റെ തീർത്ഥാടനം. This dream of one church is a gift and also a vision. ഈ സഭകളുടെ ഐക്യം എന്ന് പറയുന്നത് ഇതൊരു ദാനവും ഇതൊരു ദർശനവുമാണ്. At the same time, it is a promise. ഇതാൽ അതേ സമയത്ത് തന്നെ ഇതൊരു വാഗ്ദാനം കൂടെയാണ്. And this vision and this promise is realized as we walk together as churches in communion. ഒരുമിച്ച് സഭകൾ തമ്മിൽ യാത്ര ചെയ്യുമ്പോൾ ഇത് ഈ ഒരു തീർത്ഥാടനത്തിന്റെ ഊഷ്മളത നമ്മൾ അനുഭവിക്കുകയും ആരായുകയും ചെയ്യുകയാണ്. We explore, we discover new meanings, new understandings of this vastness
of gift of unity. ദൈവം നൽകുന്ന ഈ ഐക്യത്തിന്റെ ആഴവും പരിവേഷണവും ഒക്കെ ഇതിലൂടെ നമ്മൾക്ക് സാധ്യമാവുകയാണ്. But unity always raises uncomfortable questions of relationships within koinonia. എന്നാൽ പലപ്പോഴും ഈ ഐക്യത്തിന്റെ അനുഭവം ചോദിക്കുന്നതായ ചോദ്യങ്ങൾ അസ്വസ്ഥകരമായ ചോദ്യങ്ങളാണ്. It asks questions of our identity. ഇത് പലപ്പോഴും നമ്മുടെ സ്വത്വത്തെക്കുറിച്ച്, വ്യക്തിത്വത്തെക്കുറിച്ച്, ആളത്വത്തെക്കുറിച്ച് അസ്വസ്ഥമായ ചോദ്യങ്ങൾ ചോദിക്കും. Isaac staying in Gerar was a risk. ഇസ്ഹാക്ക് ഗരാറിൽ താമസിക്കുന്നത് തന്നെ ആപൽകരമായ ഒരു അവസ്ഥ തന്നെയായിരുന്നു. He became vulnerable. അവൻ വളരെയേറെ വ്രണിത ഹൃദയത്തോടുകൂടെ ജീവിക്കുകയാണ്. Isaac had to answer the query on his identity. ഇസ്ഹാക്കിന് തന്റേതായ ആളത്വത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടി വരികയാണ്. He preferred not to reveal his identity. അവൻ പലപ്പോഴും തന്റെ വ്യക്തിത്വം, ആളത്വം വെളിപ്പെടുത്താതിരിക്കാനാണ് ആഗ്രഹിച്ചത്. But he says his wife is his sister. അതുകൊണ്ട് തന്നെ തന്റെ ഭാര്യ തന്റെ സഹോദരി എന്ന നിലയിലാണ് ഇസ്ഹാക്ക് പറയുന്നത്. He was afraid of his life. ഇസ്ഹാക്ക് പലപ്പോഴും തന്റെ ജീവന് ഭീഷണി ഉണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. If you see verse 7, you read, the men of this place might kill me on account of Rebekah because she is beautiful. 7-ാം വാക്യം വായിക്കുമ്പോൾ റെബേക്ക സൗന്ദര്യമുള്ളവളായതുകൊണ്ട് ഈ നാട്ടിലുള്ള ആളുകൾ തന്നെ കൊല്ലുമെന്നുള്ള ഭീഷണി, ഭയം ഇസ്ഹാക്കിനെ വേട്ടയാടുകയാണ്. We should not try to evade the questions of identity. നമ്മുടെ സ്വത്വത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറേണ്ട ആവശ്യമില്ല. We need to acknowledge the sacredness in the relationships that we share. നമ്മുടെ ബന്ധങ്ങളിലുള്ള വിശുദ്ധി എല്ലായ്പ്പോഴും കാത്തു സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. We are not called to create a fake perception to buy our security. നമ്മുടെ സുരക്ഷിതയ്ക്ക് വേണ്ടി ചില തെറ്റായ കീഴ്വഴക്കങ്ങളെ നമ്മൾ സ്വീകരിക്കേണ്ട ആവശ്യമില്ല. Our identity is what we have, what we are, and is determined by the network of relationships we നമ്മുടെ share. ആളത്വം എന്തെന്നുള്ളത് നമ്മൾ ആരായിരിക്കുന്നു, എങ്ങനെയായിരിക്കുന്നു, അത് ബന്ധങ്ങളിൽ അടിസ്ഥാനപ്പെട്ടതാണ്. We are respected and honored for the sincerity and clarity of our identity. നമ്മുടെ അസ്തിത്വത്തിന്റെ വ്യക്തതയും അതിന്റെ സുതാര്യതയുമാണ് അതിന്റെ അടിസ്ഥാനമായി ഭവിക്കുന്നത്. King Abimelech speaks sense to Isaac. അബിമേലെക്ക് രാജാവ് ഇസ്ഹാക്കിനോട് വളരെ വികാരവായ്പോടെ സംസാരിക്കുകയാണ്. What is this you have done to us? എന്താണ് നീ ഞങ്ങളോട് ചെയ്തത്? He asks Isaac. ഇസ്ഹാക്കിനോട് ചോദിക്കുകയാണ്. The churches living in this context should be clear of its identity. സഭ ഈ സാഹചര്യത്തിൽ ജീവിക്കുമ്പോൾ അതിന്റെ വ്യക്തിത്വത്തെക്കുറിച്ച്, ആളത്വത്തെക്കുറിച്ച്, സ്വത്വത്തെക്കുറിച്ച് നിശ്ചയം ഉണ്ടായിരിക്കേണ്ടതാണ്. The identity of a church in union is a mosaic. ഐക്യത്തിലുള്ള ഒരു സഭയുടെ ഐക്യം എന്ന് പറയുന്നത് സ്വത്വത്തിന്റെ തന്നെ ഊഷ്മളമായ അനുഭവമാണ്. The communion of churches offer a rainbow of interpretations. ഈ ഐക്യം പലപ്പോഴും ഒരു മഴവില് പോലുള്ള ധാരാളം വ്യാഖ്യാനങ്ങൾ നമുക്ക് നൽകുന്നതാണ്. If you see verse 12, it says Isaac became rich. 12-ാം വാക്യം വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു ഇസ്ഹാക്ക് വളരെ സമ്പന്നനായി തീർന്നു. He became wealthy and strong. അവൻ ധനികനും വളരെ ശക്തനുമായി മാറുകയാണ്. He became a threat to the community living there. ആ നാട്ടിലുള്ള സമൂഹത്തിന് അവൻ ഒരു ഭീഷണിയായി മാറുകയാണ്. We should ask ourselves, why we strive for unity? എന്തുകൊണ്ട് നമ്മൾ ഐക്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു എന്നുള്ളത് നമ്മളോട് തന്നെ ചോദിക്കേണ്ടതാണ്. Is it because we want to become strong, എന്തിനാണ് നമുക്ക് ശക്തരാകുന്നതിന് വേണ്ടിയാണോ? more resourceful? കൂടുതൽ വിഭവങ്ങൾ സമാഹരിക്കുന്നതിന് വേണ്ടിയാണോ? Is our unity to ward off threats that are coming because of the radicalization of our context? ചുറ്റുപാടും ഉയർന്നു വരുന്നതായ പുതിയ ഭീഷണികളെ നേരിടാൻ നമ്മൾ തന്നെ ശക്തരാകണമെന്നാണോ? Our pilgrimage for unity is not to become rich or strong or resourceful. ഈ ഐക്യത്തിന്റെ തീർത്ഥാടനം എന്ന് പറയുന്നത് ശക്തരാകുന്നതിനോ കൂടുതൽ വിഭവങ്ങളെ സമാഹരിക്കുന്നതിനോ വേണ്ടിയല്ല. Our unity is a way in which we involve ourselves, participate and serve our context. ഈ നമ്മുടേതായ സാഹചര്യത്തിൽ വളരെ ഗൗരവമേറിയ പങ്കാളിത്തത്തോടെ അതിന്റെ ആഴമുള്ള ബന്ധങ്ങളോടെ പ്രവർത്തിക്കാൻ വേണ്ടിയാണ് ഈ ഐക്യം ആവശ്യമുണ്ട് എന്ന് പറയുന്നത്. It should not become a threat to the existence of life of the others
or the expressions of the faith of the others. മറ്റുള്ള സമൂഹങ്ങളുടെ ജീവിത ആവിഷ്കാരങ്ങൾക്ക് ഒരു ഭീഷണിയാകാനല്ല ഈ ഐക്യം ആവശ്യമായിട്ട് വരേണ്ടത്. King Abimelech requests Isaac to stay, but when he observes Isaac becoming strong, Isaac gathering strength and wealth to himself, he changes his mind and asks Isaac to leave Gerar. കുറച്ചു നിമിഷം മുമ്പ് തൻ്റെ നാട്ടിൽ പാർക്കണമെന്ന് അബീമേലെക്ക് ഇസാക്കിനോട് ആവശ്യപ്പെട്ടെങ്കിൽ ഇപ്പോൾ ഇസാക്ക് ശക്തനാകുന്നു, ബലവാനാകുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ അബീമേലെക്ക് ഇസാക്ക് തൻ്റെ നാട്ടിൽ നിന്ന് പോകണമെന്ന് തന്നെയാണ് ആവശ്യപ്പെടുന്നത്. We as a church, as a community, live in a context to bring transformation, not to become a threat. ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുന്നത് ആ സമൂഹത്തെ രൂപാന്തരപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്, മറിച്ച് ആ സമൂഹത്തിന് ഒരു ഭീഷണിയാകുന്നതിന് വേണ്ടിയല്ല. Our existence in a community should bring about change and affirm life. നമ്മൾ ഓരോ സമൂഹത്തിലും നിലനിൽക്കുന്നത് തന്നെ ഒരു രൂപാന്തരത്തിന് വേണ്ടിയും മാറ്റത്തിന് വേണ്ടിയും ജീവിതത്തിന് തന്നെ ഉണ്ടാകുന്ന പരിവർത്തനത്തിന് വേണ്ടിയുമാണ്. Isaac revisits and redigs wells that his father had dug. ഇസ്ഹാക്ക് തൻ്റെ പൂർവ്വപിതാവായ അബ്രഹാം കുഴിച്ചതായ കിണറുകളെ വീണ്ടും കുഴിക്കുകയാണ്. Water is the sign of life. വെള്ളം ജീവന്റെ അടയാളമാണ്. Digging the well recognizes and affirms the possibility of the existence of life. കിണറുകൾ കുഴിക്കുന്നത് ജീവന്റെ നിലനിൽപ്പിന്റെ തന്നെ ഒരു ആവിഷ്കാരമാണ്. Redigging and revisiting old wells anew is a resource management. പഴയ കിണറുകളെ സന്ദർശിക്കുകയും അതേ കിണറുകളെ കുഴിക്കുകയും ചെയ്യുന്നത് ഒരു വലിയ വിഭവ സമാഹരണത്തിന്റെ യജ്ഞമാണ്. It is making use of the available resources and maximizing its effect. നിലവിലുള്ള വിഭവങ്ങളെ കൂടുതൽ സമാഹരിക്കുകയും വിദഗ്ധമായ രീതിയിൽ അവയെ ഉപയോഗിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണിത്. Metaphorically, redigging the well is returning to the old values. ആലങ്കാരികമായി പറഞ്ഞാൽ ഈ കിണറുകളെ പുനർസന്ദർശിക്കുന്നു എന്ന് പറയുന്നത് പഴയ പാരമ്പര്യങ്ങളിലേക്ക് നമ്മൾ തിരിഞ്ഞു പോകുന്നു അല്ലെങ്കിൽ തിരിഞ്ഞുനോട്ടം നടത്തുന്നു എന്നുള്ളതാണ്. It is revisiting our cherished old traditions. നമ്മൾ ഓർമ്മയിൽ സൂക്ഷിക്കുന്നതായ നമ്മുടെ പൂർവ്വകാല പാരമ്പര്യങ്ങളെ തിരിഞ്ഞു നോക്കുന്നു എന്നുള്ളതാണ്. Unearthing the new streams of the old tradition. ഒരു വിധത്തിൽ പുതിയ ഉറവകൾ തേടുന്നത് പഴയതിൽ നിന്ന് തന്നെയാണ്. Refilling and preserving the groundwater, but at the same time, if you see metaphorically, preserving and refilling our own spiritual strength. ഭൂഗർഭത്തിലെ ജലം വീണ്ടും നോക്കുന്നു എന്ന് പറയുന്നത് ഒരു വിധത്തിൽ ആലങ്കാരികമായി പറഞ്ഞാൽ നമ്മുടെ ആത്മീയ പാരമ്പര്യങ്ങളിലേക്ക് നമ്മൾ തിരികെ പോകുന്നു എന്നുള്ള അർത്ഥമാണ്. We are called in this pilgrimage to go back to our roots. നമ്മൾ ഈ തീർത്ഥാടനത്തിൽ നമ്മളുടെ പഴയ വേരുകൾ തേടി നമ്മൾ തിരികെ പോകണം. Our roots give us the understanding of our identity. ഈ തിരിഞ്ഞു നോട്ടമാണ് നമ്മൾ ആരാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരം നമുക്ക് നൽകുന്നത്. You gathering here for the 121st time is a sign that you have never forgotten the roots and the strength of the tradition. 121ാമത് മാരാമൺ മഹായോഗത്തിൽ നിങ്ങൾ ഒരുമിച്ച് ചേരുന്നു എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ പഴയ വേരുകളെ മറന്നിട്ടില്ല, അതിൻ്റെ ആത്മീയ സത്തയെയും അനുഭവങ്ങളെയും മറന്നിട്ടില്ല എന്നുള്ളതിൻ്റെ അടയാളമാണ്. It is revisiting the life and faith of our forefathers and foremothers. നമ്മുടെ പൂർവ്വ മാതാപിതാക്കളുടെ ജീവിത അനുഭവങ്ങളിലേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടമാണ്, ഒരു പുനർസന്ദർശനമാണിത്. It is revisiting their faith, their spiritual strength and their spiritual flow. അവരുടെ ആത്മീയ അനുഭവങ്ങളെയും അതിൻ്റെ ഒഴുക്കുകളെയും മനസ്സിലാക്കി അതിലേക്ക് തിരിഞ്ഞു പോവുക എന്നുള്ളതാണ് ഇവിടെ. But at the same time, understanding the new meaning of faith. അതോടൊപ്പം തന്നെ വിശ്വാസത്തിന്റെ പുതിയ അർത്ഥം തേടലും ഇവിടെ നടക്കേണ്ടതായിട്ടുണ്ട്. Exploring anew the faith of our forefathers and foremothers. പഴയകാല ജീവിതത്തിന്റെ അനുഭവങ്ങളെയും വിശ്വാസ അനുഭവങ്ങളെയും പുതിയ രീതിയിൽ കണ്ടെത്തുക എന്നുള്ളതാണ്. Redigging the old well and discovering new waters is not a harmless job. അതുകൊണ്ട് പഴയ കിണറുകളെ പുതുക്കുക എന്ന് പറയുന്നത്, നമ്മുടെ ജീവിത അനുഭവങ്ങളെ തിരിഞ്ഞു നോക്കുക എന്ന് പറയുന്നത് അത്ര മോശമായ കാര്യമല്ല. It's a risk worth taking. അതൊരു വിധത്തിൽ ആപൽകരമായ ഒരു ചുവടുവെപ്പാണ്. It's never a smooth process. ഇത് ഒട്ടും ലാഘവത്തോടെ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. There will be people who will stop
who will fill the well with the earth. ചില സമയത്ത് ചില ആളുകൾ അതിനെ തടഞ്ഞെന്ന് വരും, ചില ആളുകൾ ആ പഴയ കിണറുകൾ അടച്ചു പൂട്ടിയെന്ന് വരും. There will be people who claim that the water is theirs. ചില ആളുകൾ പറയും ആ കിണറുകൾ തങ്ങളുടേതാണെന്ന് പറയുമായിരിക്കാം. There will be many hurdles and struggles. ഇതിനുള്ളിൽ ധാരാളം പോരാട്ടങ്ങളും കഠിന ശോധനകളും ഉണ്ടാകാം. There will be opposition, dispute and quarrels. തീർച്ചയായിട്ടും പ്രതിരോധവും പ്രശ്നവും തർക്കങ്ങളും ഇതിനോടൊപ്പം ഉണ്ടാകാം. Therefore, when Isaac redug the well in one place, he calls that Sitna. ഒരിടത്ത് ഇസ്ഹാക്ക് കിണർ കുഴിക്കുമ്പോൾ സിത്ന എന്ന് അങ്ങനെ പേരിടുകയാണ്. See verse 21, which meant quarrel, opposition. 21-ാം വാക്യത്തിൽ സിത്ന എന്ന് പറഞ്ഞാൽ തർക്കം, ഷണ്ഡ എന്നാണ്. And in another place, he names a well as Esek, which meant dispute. മറ്റൊരിടത്ത് എസക്ക് എന്ന കിണറിന് പേരിടുമ്പോൾ അവിടെയും തർക്കവും ഷണ്ഡയും കലഹവുമാണ് സൂചിപ്പിക്കുന്നത്. A pilgrimage towards unity will always be accompanied by opposition and disputes. ഐക്യത്തിലേക്ക് നയിക്കുന്ന തീർത്ഥാടനം പലപ്പോഴും ഈ വിധത്തിൽ തർക്കവും വിപരീതവും പോരാട്ടവും ഒക്കെ ഉള്ളതാണ്. But at the same time, it is life affirming and life defining. അത് ഒരേ സമയത്ത് തന്നെ ജീവിതത്തെ ഉറപ്പാക്കുന്നതും ജീവിതത്തെ നിർവചിക്കുന്നതുമാണ്. It extends our horizon. നമ്മളുടെ വിഹായസുകളെ അത് ഉയർത്തിക്കൊണ്ടുവരുന്നതാണ്. മലങ്കര സഭയുടെ ആധ്യാത്മികതയുടെ നിറദീപം കൊളുത്തപ്പെട്ട മാരാമൺ കൺവെൻഷൻ 121 വർഷങ്ങളായി ഈ പമ്പാ മണൽപ്പുറത്ത് അനേകായിരങ്ങൾക്ക് പ്രചോദനമായി, അനേകായിരങ്ങൾക്ക് ആത്മീക സത്ത പകർന്നു കൊടുക്കുന്ന ഒരു കൂട്ടായ്മയായി കേരളക്കരയിലാകമാനം, ലോകത്തിലാകമാനം എന്നും നന്മ പകർന്നുകൊണ്ട് ഈ 2016 നിലനിൽക്കുന്നു. മാരാമൺ കൺവെൻഷനിലൂടെ ലഭിക്കുന്ന സന്ദേശങ്ങൾ ജീവസുറ്റതായി സമൂഹത്തിൽ നിലകൊള്ളുന്നതിന്, അത് പകർത്തുന്നതിന് സർവശക്തനായ ദൈവം സർവരെയും സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. മാരാമൺ കൺവെൻഷന് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു.